പ്രതിനിധി സംഘത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ എതിർപ്പ് തള്ളി ഡോക്ടർ ശശി തരൂർ. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ, തന്നെ എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാർ തന്നെ വിളിച്ചത് പാർട്ടി നേതൃത്വത്തിൽ അറിയിച്ചിരുന്നുവെന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. സർക്കാരിനെ വിളിച്ചതിന് പാർട്ടി നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അവരെന്നെ തീരുമാനിക്കട്ടെ. ഇത് പുതിയ വാർത്തയല്ല, ഇത് 1-2 ദിവസമായ സംസാരമാണ്. ഞാൻ എൻ്റെ ഭാഗമായിട്ട് എൻ്റെ പാർട്ടി അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊരു ക്ഷണം വന്നിട്ടുണ്ട്. നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് വളരെ പ്രസക്തിയുള്ളൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, പലകുറി മോദിയെ പുകഴ്ത്തുന്നു. യുദ്ധസമയത്ത് പോലും കോൺഗ്രസിന്റേതിന്റെ വിരുദ്ധമായ നിലപാട് ഡോക്ടർ ശശി തരൂർ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് താക്കീത് നൽകുകയും ചെയ്ത ഘട്ടത്തിൽ BJPയുടേത് ഒരു തന്ത്രമാണ്. ഇനിയിപ്പോൾ എന്താകും കോൺഗ്രസിന്റെ നിലപാട്? കോൺഗ്രസ് ഇതിന് മറുപടി പറയുമോ? അവരുടെ പ്രതികരണം ഉണ്ടാകുമോ? സലിം. ഡോക്ടർ ശശി തരൂർ അല്പസമയം മുൻപ് പറഞ്ഞത് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്നുള്ളതാണ്. തൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, തന്നെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നുണ്ട് എന്നുള്ളത് പാർട്ടിയെ അറിയിച്ചിട്ടുള്ളതാണ്. തന്നെ അത്ര പെട്ടെന്നൊന്നും അപമാനിക്കാൻ കഴിയില്ല എന്നതാണ് ഡോക്ടർ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ 7 സംഘങ്ങളാണ് പോകുന്നത്. അതിൽ 4 സംഘങ്ങൾ അത് NDAയുടെയും ഒപ്പം തന്നെ ഘടകകക്ഷികളുടെയും നേതാക്കൾ, മറ്റ് 3 സംഘങ്ങളാണ് പ്രതിപക്ഷത്തെ നയിക്കുന്നത്. അതിൽ ഡോക്ടർ ശശി തരൂരുണ്ട്. കൂടാതെ ജോൺ ബ്രിട്ടാസ്, V മുരളീധരൻ, കേരളത്തിൽ നിന്നുള്ളവർ ET മുഹമ്മദ് ബഷീർ എന്നിങ്ങനെയുള്ളവരാണ്. ഇതിലും ജോൺ ബ്രിട്ടാസിന്റെ ഒരു പ്രതികരണവും ഇന്ന് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. സലിം, എന്റെ ചോദ്യം കേട്ടിരുന്നോ? ചോദ്യം ആവർത്തിക്കാമോ? അതായത് പലകുറി മോദിയെ പുകഴ്ത്തിയിട്ടുണ്ട്. യുദ്ധസമയത്ത് പോലും കോൺഗ്രസിന്റേതിന് വിരുദ്ധമായ നിലപാട് ശശി തരൂർ സ്വീകരിച്ചതാണ്. അപ്പോൾ താക്കീത് നേടിയിട്ടുള്ളയാളാണ് ശശി തരൂർ. ഇപ്പോൾ BJP ഒരു തന്ത്രം പയറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ് എങ്ങനെയാകും ഇതിനോട് പ്രതികരിക്കുക? അവരുടെ പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അനുജ, ആ വിഷയത്തിൽ ഈ BJP തന്ത്രപൂർവ്വം പയറ്റിയ ആ തന്ത്രത്തിൽ കോൺഗ്രസ് പെട്ടു എന്നൊരർത്ഥത്തിൽ പറയാം. കാരണം അതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉയർന്നു വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമായ കാര്യമല്ല. പ്രത്യേകിച്ചും ശശി തരൂർ കൂടി ഇപ്പോൾ ആ ക്ഷണം പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിച്ച സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിരോധം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ചും കോൺഗ്രസ് നൽകിയ പട്ടിക എന്ന പേരിൽ 4 പേരുടെ പേരുകൾ ഉൾപ്പെടെ പുറത്തുവിട്ടതും വലിയ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ശശി തരൂരിനെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തി അതിന്റെ ഒരു ടീമിന്റെ നയിക്കാൻ ചുമതലപ്പെടുത്തിയതിന് ശേഷമാണ് പേരുകൾ കൂടി പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ശശി തരൂർ ആ വിഷയത്തിൽ നടത്തിയിരിക്കുന്ന പ്രതികരണം പോലും കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നുകൊണ്ടാണ്. തന്നെ ക്ഷണിച്ചത് സർക്കാരാണ്, മാത്രമല്ല രാഷ്ട്രമുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂ എന്നുകൂടി ശശി തരൂർ പറയുന്നുണ്ട്. അത് കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾക്കുള്ള മുന്നറിയിപ്പാണ് മാധ്യമങ്ങളോടായി പറഞ്ഞത്. പേരുകൾ, കോൺഗ്രസ് നൽകിയ പേരുകൾ അത് സർക്കാരിനും കോൺഗ്രസിനും ഇടയിൽ മാത്രമുള്ളതാണ്. അതിനെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ തന്നെ വിളിച്ചത് കേന്ദ്രമന്ത്രിയാണ്. സർക്കാർ തന്നെ വിളിച്ചു എന്നുള്ള കാര്യം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ താൻ പോകണമെന്ന് സർക്കാർ പറഞ്ഞു. അതുകൊണ്ട് അഭിമാനത്തോടെ യെസ് പറഞ്ഞു, അതിന് പോകും എന്നുള്ളതാണ് പറയുന്നത്. ഏതെങ്കിലും നിലയിൽ സർക്കാർ പാർട്ടി എതിർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നത് ചോദ്യത്തിനും അദ്ദേഹം പോകും എന്ന് തന്നെയാണ് പറയുന്നത്. അത് നേരിട്ടുള്ള മറുപടി അല്ലെങ്കിൽ പോലും താൻ അഭിമാനത്തോടു കൂടി രാജ്യസേവനം തന്റെ കടമയാണ് എന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് അത് താൻ നിർവഹിക്കും എന്നുള്ളൊരു മറുപടിയാണ് ശശി തരൂർ പറയുന്നത്. മാത്രമല്ല തീരുമാനത്തിൽ രാഷ്ട്രീയം കാണുന്നില്ല എന്നുകൂടി ശശി തരൂർ പറയുന്നതിലൂടെ കോൺഗ്രസ് നേതാക്കൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. അനുജ, അതാണ് ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണം.